ഏറ്റവും എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിന്റെ കഥാപാത്ര സൃഷ്ടികളാണ്. അദ്ദേഹം ഓരോ കഥാപാത്രത്തിനെയും പ്ലേസ് ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഓരോ സിനിമകളും ഈ കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ എണ്ണം അത് വളരെ ചുരുങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ശ്രീനിവാസന്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് അംഗങ്ങളുള്ള, അതായത് ആ അംഗങ്ങൾക്ക് മുഴുവൻ ഒരേ രീതിയിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള, ആ അംഗങ്ങളെല്ലാം അതിലെ ഓരോ എന്താ പറയുക അത്രയും പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്ന, ഇല്ലെങ്കിൽ ആ പ്രദേശം, ആ വീടിരിക്കുന്ന സ്ഥലം, അതിന്റെ ചുറ്റുപാട്, അതിന്റെ അയൽക്കാർ, ആ നാട്ടിലെ ആളുകൾ, അവിടുത്തെ പൗരസമിതി, അവിടുത്തെ രാഷ്ട്രീയക്കാർ, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ ഡോക്ടർമാർ, അങ്ങനെ ഓരോ മേഖലയിലും ഓരോ ആളുകളെയും അത്രയും പ്രാധാന്യത്തോടെ സിനിമയിൽ എത്തിക്കുക. ഇല്ലെങ്കിൽ അവർക്ക് അത്ര തന്നെ നമ്മൾ ഒരു കഥാപാത്രത്തെയും നമുക്കിപ്പം പെട്ടെന്നൊരു വിഷ്വൽ എടുത്ത്, ഇല്ലെങ്കിൽ പെട്ടെന്നൊരു സിനിമയുടെ ക്ലിപ്പ് എടുത്ത് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് സിനിമയാണെന്നും ആ സിനിമയുടെ പശ്ചാത്തലം എന്തായിരുന്നെന്നും അതിലെ കഥ എന്തായിരുന്നെന്നും അതിലെ നായകൻ, നായിക, അതിലെ പാട്ട്, ഇതെല്ലാം നമ്മളെ ഓർത്തു വെക്കുന്ന തരത്തിൽ എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന തരത്തിൽ പ്ലേസ് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും നമുക്കൊരു കഥാപാത്രത്തെ മറക്കണ്ട. ഇപ്പം നമ്മൾ പുതിയൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്, പഴയ സിനിമയിലെ ആളുകൾ അവരൊക്കെ എവിടെ പോയി എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു തരം ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പം ശ്രീനിവാസൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത ആളുകൾ, ഇല്ലെങ്കിൽ ശ്രീനിവാസൻ പരിചയപ്പെടുത്തിയിട്ടുള്ള, ചിലപ്പോൾ ആ കഥാപാത്രത്തിന് ഒരു പക്ഷേ പേര് പോലും ഉണ്ടാവില്ല, ശ്രീനിവാസൻ ഒരു പേര് പോലും ഇടാതെയായിരിക്കും ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിലപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിന്റെ സീനായിരിക്കും, ആ സീനിൽ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും നമുക്ക് പിന്നീടും ഓർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു സീനിൽ മാത്രം അഭിനയിച്ചു പോയ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന മനുഷ്യരെ പോലും ഓർത്തു വെക്കാൻ തക്കത്തോളം ശക്തമായ, ഇല്ലെങ്കിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യങ്ങൾ അദ്ദേഹം സിനിമയിൽ ചെയ്തു എന്നുള്ളത് കൂടിയാണ് ശ്രീനിവാസൻ എന്നുള്ള നിലയിൽ, ഒരു എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ, ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.